ലോകത്താകെ 195 രാജ്യങ്ങളുണ്ട്. എന്നാൽ വൈ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഒരേയൊരു രാജ്യമേയുള്ളൂ. അത് യമനാണ്. പേരിൽ മാത്രമല്ല, വേറെയും പല കാര്യങ്ങളിലും നിരവധി സവിശേഷതകളുള്ള രാജ്യമാണ് യമൻ. പ്രാചീന സംസ്കാരവും അതിമനോഹരമായ നിർമ്മിതികളും ആഴത്തിൽ വേരോടിയ തനത് സംസ്കാരവും പരമ്പരാഗത രീതികളുമെല്ലാം യമന് സ്വന്തമാണ്. വർത്തമാനകാലത്ത് രാഷ്ട്രീയവും സാമ്പത്തികവുമായ നിരവധി വെല്ലുവിളികൾ നേരിടുമ്പോഴും ലോകചരിത്രത്തിൽ നിർണായക പങ്കുണ്ട് യമന്. ലോകത്ത് തന്നെ ഏറ്റവും പഴക്കമുള്ള നഗരങ്ങളിലൊന്ന് യമനിലാണ്. യമന്റെ തലസ്ഥാനമായ സന ലോകത്ത് തന്നെ ഏറ്റവും പഴക്കമുള്ള, ഇന്നും ജനവാസമുള്ള പട്ടണങ്ങളിലൊന്നാണ്. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമാണ് സന. 2500 വർഷത്തിലേറെയായി സനായിൽ മനുഷ്യവാസമുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അപൂർവമായ നിർമ്മിതികളാലും ഈ പൗരാണിക നഗരം സമ്പന്നമാണ്. പഴക്കമേറെയുള്ള വെള്ള ചുണ്ണാമ്പ് കല്ലുകൊണ്ട് നിർമ്മിച്ച ഒന്നിലേറെ നിലകളുള്ള കെട്ടിടങ്ങൾ സനായിൽ നിരവധിയാണ്. നോഹയുടെ പുത്രനായ ഷെമ്മാണ് സന നഗരത്തിന്റെ പിതാവെന്ന മിത്തും സജീവമാണ്. അധികം സഞ്ചാരികൾക്ക് അറിയാത്തതാണ് യമനും കാപ്പിയുമായുള്ള ബന്ധം. കാപ്പിയുടെ ചരിത്രത്തിൽ തന്നെ പ്രധാന വേഷം യമനുണ്ട്. ചെങ്കടലിലെ മോച്ച അൽ മക്കന്നൂർ തുറമുഖം 15ാം നൂറ്റാണ്ടിൽ കാപ്പി വ്യാപാരത്തിന്റെ പ്രധാന കണ്ണിയായിരുന്നു. മോച്ച എന്ന പേര് കാപ്പി പ്രേമികൾക്കിടയിൽ സുപരിചിതമാണ്. പ്രസിദ്ധമായ ചോക്ലേറ്റ് രുചിയുള്ള കാപ്പിയാണ് ഇന്ന് മോച്ച എന്നറിയപ്പെടുന്നത്. യമനികളുടെ കാപ്പി സംസ്കരണ രീതിയും ലോകപ്രസിദ്ധമാണ്. യമനിൽ മരുഭൂമി മാത്രമല്ല, പശ്ചിമേഷ്യയിലെ ഏറ്റവും വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയുള്ള രാജ്യങ്ങളിലൊന്നാണ് യമൻ. ഉയർന്ന പ്രദേശങ്ങളിൽ കൃഷിയും വ്യാപകമാണ്. യമന്റെ ഭാഗമായ സോക്കോട്ര ദ്വീപ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഗാലപ്പാഗോസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിചിത്രമായ ഡ്രാഗൺ ബ്ലഡ് ട്രീ അടക്കം 100 കണക്കിന് സസ്യജാലങ്ങൾ ഈ ദ്വീപിലുണ്ട്. സഹസ്രാബ്ദങ്ങളായി സ്വരൂപിച്ചിരിക്കുന്ന പ്രാദേശിക സംസ്കാരം യമനിലെത്തുന്ന സഞ്ചാരികൾക്ക് ആസ്വദിക്കാനാവും. പരമ്പരാഗത വസ്ത്രങ്ങളിലുള്ള യമനി പൗരന്മാരെയും കാണാനാവും. ജാംബിയ എന്നാണ് ഈ വസ്ത്രത്തിന്റെ പേര്. ജാംബിയ യമനികളുടെ സാംസ്കാരിക മുഖമുദ്ര മാത്രമല്ല, അഭിമാന പ്രതീകവും കൂടിയാണ്. മനോഹരമായ സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള രാജ്യമെന്നു വിശേഷിപ്പിക്കുമ്പോഴും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി യമൻ അശാന്തമാണെന്ന കാര്യവും മറക്കരുത്. 2014 ആരംഭിച്ച ആഭ്യന്തര യുദ്ധം യമൻ എന്ന രാജ്യത്തെ ടൂറിസം അടക്കം എല്ലാ മേഖലയിലും ബാധിച്ചിട്ടുണ്ട്. ഈ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തിന്റെ സംസ്കാരവും ആചാരങ്ങളും നിർമ്മിതികളും പരമ്പരാഗത ഭക്ഷണവും രീതികളുമെല്ലാം സംരക്ഷിക്കാൻ വലിയ വിഭാഗം യമനികൾ ശ്രമിക്കുന്നുണ്ട്. സനായും മറ്റൊരു യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായ ഷിബാമും സംരക്ഷിക്കാൻ രാജ്യാന്തര തലത്തിലുള്ള ശ്രമങ്ങൾ സജീവമാണ്.